ഇച്ഛയില്ലാതെ ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അധികവും ഫർദയിലാണ് പോകാറ്. അതാണ് കംഫർട്ടായിട്ട് എനിക്ക് തോന്നാറ്. പിന്നെ ഒരു കാജലിടും അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെ കയ്യിലുള്ള സാധാ ഒരു പൗഡറോ അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് പോകാറ്. ഒരുപാട് മേക്കപ്പും കാര്യങ്ങളൊന്നും നമുക്കില്ലേ. അങ്ങനെ പോകാൻ വേണ്ടി റെഡിയായി വന്നേ. അപ്പോഴാണ് വാതിൽ പൂട്ടാണ്ടല്ലോ ഞാൻ പോണത്. അപ്പം പോയി പൂട്ടി കേട്ടോ. എങ്ങിട്ടാ ഇങ്ങനെ ഓർമ്മയില്ലാണ്ട് പോകണതാവോ ഞാൻ. അപ്പോൾ വാതിലൊക്കെ പൂട്ടി നേരെ ഞങ്ങൾ നടന്ന് പോവാണ്. ഞങ്ങളല്ല, ഞാൻ മാത്രം നടന്ന് പോവാണ്. പിന്നെ ഇതാ അങ്ങ് അവിടെ എൻ്റെ ഉമ്മ കാത്ത് നിൽക്കുന്നുണ്ട്. ഉമ്മാൻ്റെ കൂടെയാണ് പോകുന്നത്. അങ്ങനെ ബസ്സിലാണ് പോയത്. ബസ്സിൽ പോകുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു തലകറക്കവും എന്താ വൊമിറ്റിംഗ് ഫീലിംഗ് ഒക്കെ വന്നേ. അപ്പോൾ ഇതാ ഞാനൊരു നല്ല തണുത്ത നാരങ്ങ വെള്ളം വലിച്ചങ്ങ് കുടിച്ചേ. ഇങ്ങനെ ഉണ്ടാകാറില്ല, എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവും. കുറേ നാളായി ഞാൻ ബസ്സിൽ കയറിയിട്ട്. പിന്നെ ഇളയമ്മാൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ വന്നത്. അവിടെ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നെയ്പ്പത്തിരി ചിക്കൻ കറിയാണ് ഉണ്ടായത്. അതും കൂട്ടി കഴിച്ചേട്ടോ. അതിൻ്റെ കൂടെ നല്ല ഹോർലിക്സ് ഇളയമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതും അങ്ങ് വലിച്ച് കുടിച്ചേ. അങ്ങനെ ഇളയമ്മാനോട് വിശേഷം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ ഉമ്മാവും ഞാനും നടന്ന് പോവാണേ. പിന്നെ എനിക്ക് നല്ല വൊമിറ്റിംഗ് ഫീലിംഗ് വന്നേ. ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ നല്ല തണുത്ത ഐസ്ക്രീമോ ഐസോ കഴിക്കാൻ തോന്നിയേ. അപ്പോൾ ഇതാ ഞങ്ങൾ ഫലൂദ കഴിക്കാൻ വേണ്ടി കയറിയേ. അതെനിക്കും ഉമ്മാക്കും ഒരുപോലെ ഇഷ്ടമുള്ള കാര്യമാണ്. നല്ല ഇഷ്ടപ്പെട്ട സാധനമായിട്ടും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെയെങ്കിലും ഛർദ്ദിക്കണം എന്നുള്ള വിചാരം വന്നേ. പിന്നെ ഒരു രക്ഷയില്ല, എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നായിപ്പോയേ. പിന്നെ ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക്. ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.